ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് അവയർനെസ് ഒത്തിരി അവയർനെസ് പ്രത്യേകതകൾ. കാരണം ഞാൻ എപ്പോഴും വീടുകളിൽ നമ്മുടെ പ്രോഗ്രാമിന് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഈ വേസ്റ്റ് വിറവ് കഷ്ണങ്ങളൊന്നും വാരി അടുക്കി വെക്കരുതെന്ന് പറയാറുണ്ട്. കാരണം ഇവ ഞങ്ങളുടെ സ്ഥലങ്ങളിലാണ് ഇവയുടെ വാസം. ഇതിപ്പോൾ അധികം ഇദ്ദേഹം കണ്ടതൊരു വലിയ പാമ്പെന്നാണ്, പക്ഷേ വലുതല്ല, കുഞ്ഞിന് അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാണാൻ നമുക്ക് ഏകദേശം ഒരു 15 ദിവസത്തിൽ താഴെയുള്ള പ്രായമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുഞ്ഞൻ അതിഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു മീറ്റർ നീളമുണ്ട്. ഈ പൈപ്പിനേക്കാളും കനമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ 10 എടുത്ത് നിന്നപ്പോഴാണ് അദ്ദേഹം കണ്ടത്. ഇത് ഏകദേശം ഒരു 15-16 ദിവസത്തിൽ താഴെ പ്രായമുള്ള ഒരു അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. അദ്ദേഹം കടിച്ചാലും അപകടം സംഭവിക്കും. കാരണം ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് പൗടിക്കോണത്തിനടുത്തൊരു രാധമ്മ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് പാമ്പ് കടിയിട്ട്, പക്ഷേ ചെറിയ പാമ്പാണ് കടിച്ച്. അമ്മ അറിഞ്ഞില്ല, കാലിൻ്റെ പാദത്തിലൂടെ കടിച്ചു. പക്ഷേ കടിച്ചത് അണലിയുടെ കുഞ്ഞായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് വൈകിയ ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും ആ അമ്മ കഴിഞ്ഞ ദിവസം നൈറ്റിൽ, കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ആ കുടുംബത്തെ വിട്ട് പോകേണ്ടി വന്നു. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ എന്തായാലും വളരെ സൂക്ഷിക്കണം. കാരണം ഇവിടെ റെയിൽവേയുടെ അതിർത്തിയാണ്, അല്ലെങ്കിൽ റെയിൽവേ ലൈനിൻ്റെ അടുത്താണ്. അപ്പോൾ ഒത്തിരി സാധാരണ ഈ തിരുവനന്തപുരം സിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ റെയിൽവേ ലൈനിലും പാമ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ കഴിവിൻ്റെ പരമാവധി വൃത്തിയാക്കിയിടാൻ നമുക്ക് കഴിയണം. അതുപോലെ വീടിൻ്റെ ഈ സൈഡിലൊക്കെ ചപ്പ് ചവറുകൾ, വിറവ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, തൊണ്ട് ചേട്ട ഇങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കരുത്. ഞാൻ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നതാണ്. ഇത് കടിച്ചാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മരണം സംഭവിക്കും. കാരണം ഷുഗറോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ, പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങരുത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇദ്ദേഹം വെറും 15-16 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് പെൺ മൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന, നാഗമെന്നറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ എൻ്റെ വീട്ടിൽ ഞാൻ മുട്ട വിരിച്ച ശേഷം 1000-ലേറെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ വർഷം കാട്ടിലേക്ക് വിട്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മളത് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെക്കുറിച്ച് ഇനി ഡീറ്റെയിൽസ് കൂടുതലൊന്നും പറയാനില്ല. ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിയെ തേടി